നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് തീപ്പൊരി പോരാട്ടങ്ങളുടെ ദിവസമാണ്. ലിവർപൂള് റയലുമായിട്ട് കളിക്കുമ്പോൾ തന്നെ PSG ബയേണുമായിട്ട് പാർക്ക് ഡെസ് പ്രിൻസസിൽ രാത്രി 1:30 ഏറ്റുമുട്ടുന്നു. നിങ്ങൾ ആരുടെ കളി കാണും? സാധാരണ ഫുട്ബോൾ പ്രേമികളോടാണ്. ഇപ്പോൾ PSG ആരാധകനോട് നിങ്ങൾ ഏത് കാണും ചോദിക്കേണ്ട കാര്യമില്ല. ബയേണിൻ്റെ ആരാധകനോട് ഏത് കാണും ചോദിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ലിവർപൂളിൻ്റെയും റയലിൻ്റെയും ആരാധകരോട് ചോദിക്കേണ്ട കാര്യമില്ല. അല്ലാത്ത ആരാധകരുണ്ടാകുമല്ലോ, ഫുട്ബോൾ ആരാധകർ, ഈ ക്ലബ്ബുകളുടേതല്ലാത്ത അവരോടാണ് ചോദ്യം. നിങ്ങൾ ഏത് കാണും? കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ഏതായാലും രാത്രി 1:30 എന്നൊരു സൂപ്പർ പോരാട്ടം നടക്കുന്നു. രണ്ട് ടീമിൻ്റെ കോച്ചുമാരും ഇതിനെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ നമ്മൾ ആദ്യം ഒന്ന് പരിശോധിക്കുകയാണ്. ലൂയിസ് എൻറിക്ക പറയുന്നത്, നമുക്കിപ്പോൾ ഈ കളി ആരെങ്കിലും ജയിച്ചു എന്നുള്ളത് കൊണ്ട് യൂറോപ്പിലെ ബെസ്റ്റ് ടീമാണെന്ന് പറയാൻ പറ്റില്ല. അത് നമ്മൾ സീസൺ അവസാനം വരെ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയുന്ന കാര്യം, ബയൺ വളരെ സ്ട്രോങ് ടീമാണ്. അവരെല്ലായ്പ്പോഴും അങ്ങനെയാണ്. ഈ മത്സരം വളരെ ബുദ്ധിമുട്ടേറിയതായിരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ഞങ്ങൾ ഈ കളിക്കായിട്ട് റെഡിയാണ്. പിന്നെ ഇതൊരു എക്സൈറ്റിംഗ് മാച്ചായിരിക്കും. ഞങ്ങൾ സിമിലർ സിറ്റുവേഷൻസ്, സിമിലർ പ്രിൻസിപ്പിൾസ് ഒക്കെ വെച്ച് മുന്നോട്ട് പോകുന്ന രണ്ട് ടീമുകളാണ്. 15 മത്സരങ്ങൾ തുടർച്ചയായി വിജയിച്ചുകൊണ്ടാണ് വരുന്നത് ബയൺ മ്യൂണിക്ക് എന്ന് ഓർക്കുക. പക്ഷേ കളി പാർക്ക് ഡെസ് പ്രിൻസസിലാണ്. ആരാധകരുടെ സപ്പോർട്ടോടുകൂടി ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിൽ വിജയിക്കാൻ പറ്റും എന്നാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു. ഒസ്മാൻ ഡംബലെ ട്രെയിനിങ് ഒക്കെ നടത്തിയിട്ടുണ്ട്, അദ്ദേഹം ഫിറ്റാണ്, അദ്ദേഹം കളിക്കും എന്നുകൂടി കോച്ച് പറയുന്നുണ്ട്. പിന്നെ മറുഭാഗത്ത് മാനുവൽ ന്യൂയർ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ഭയമില്ല, വി ആർ നോട്ട് എഫ്രൈഡ്. ഞങ്ങൾക്ക് PSG എന്നല്ല ആരെയും ഭയമില്ല. ഇത്തരത്തിലുള്ള മത്സരങ്ങൾ, PSG-ക്കെതിരെയുള്ള കളിയൊക്കെ കളിക്കാൻ ഞങ്ങൾക്ക് ഏറെ ഇഷ്ടമാണ്. അവർ വളരെ സ്ട്രോങ് സൈഡാണ്. ഇൻഡിവിജ്വലിയും അവർ സ്ട്രോങ് ആണ്, ഒരു ടീം എന്ന നിലയിലും അവർ വളരെ സ്ട്രോങ് ആണ്. അവർ ചാമ്പ്യൻസ് ലീഗ് കഴിഞ്ഞ സീസണിൽ വിജയിച്ചത് അവർ അർഹിച്ച വിജയമാണ് നേടിയത്. വളരെ കൗണ്ടർ അറ്റാക്കിംഗ് പ്ലേയിൽ വളരെ ഡേഞ്ചറസ് ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നവരാണ്. അതോടൊപ്പം തന്നെ PSG-ക്ക് ഒരുപാട് ക്വാളിറ്റി ഉണ്ട് എന്നും ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ രണ്ട് ടീമുകളും ബോൾ വെച്ച് മികച്ച രൂപത്തിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി കളിച്ച് ജയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് ഡിഫെൻഡ് ചെയ്ത് അതുപോലെ മികച്ച അവസരങ്ങൾ ഉണ്ടാക്കി PSG-യെ ഹേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ ഒരു കാര്യം, ഈ മാനുവൽ ന്യൂയർ ഇങ്ങനെ പറഞ്ഞത്, അതായത് ഞങ്ങൾക്ക് ആരെയും പേടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ചില ആളുകൾ അതിൻ്റെ തെളിവൊക്കെ ചോദിച്ചു വരാൻ സാധ്യതയുണ്ട്. മുമ്പ് തോമസ് മുള്ളർ പറഞ്ഞൊരു വാക്ക് റിപ്പോർട്ട് ചെയ്ത സമയത്തെ ഒരു കോള് വന്നു. നമ്മുടെ റാഫ് ടോക്കിൻ്റെ കോൺടാക്റ്റിൽ നമ്പർ ഉണ്ടല്ലോ, അപ്പോൾ ഒരു കോള് വന്നു. എന്താ കോള് പറഞ്ഞതെന്നറിയോ? ഞാൻ ബവേറിയൻ ഫുട്ബോൾ ഫാമിലിയുടെ പ്രസിഡൻ്റാണ്. എന്നിട്ട് നിങ്ങൾ അങ്ങനെ കൊടുത്ത ആ വാർത്തയുടെ തെളിവ് എന്താണ്? മുള്ളർ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഏതായാലും ഇതിൻ്റെ തെളിവ് ഓരോ വീഡിയോയിലും നമ്മൾ ഇത് എവിടെ വരുന്നതെന്ന് പറയാറുണ്ട്. ഇതിൻ്റെ തെളിവ് യുവേഫയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ കിടക്കുന്നുണ്ട്. ഏതെങ്കിലും ഫാമിലിക്കാരുടെ പ്രസിഡൻറ്റിനോ വൈസ് പ്രസിഡൻറ്റിനോ, ഇനി വേണ്ട സെക്രട്ടറിക്കോ ജോയിൻറ്റ് സെക്രട്ടറിക്കോ, ഇനി അതിന് താഴെയുള്ള ട്രഷറർക്കൊക്കെ വിളിക്കാൻ തോന്നിയാൽ വിളിക്കുന്നതിന് മുമ്പ് ഈ വെബ്സൈറ്റ് ഒന്ന് എടുത്തു നോക്കിയാൽ മതിയേ. ഏതായാലും അടുത്ത ഈ ഒരു മത്സരത്തെക്കുറിച്ച് കൊമ്പനി പറഞ്ഞ വാക്കുകളിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. വിൻസെൻ്റ് കൊമ്പനി വളരെ കൃത്യമായിട്ട് പറയുന്നു, ഞാൻ പാരീസിൻ്റെ ടീം സ്പിരിറ്റിൽ വളരെ ഇംപ്രസ്ഡാണ്. അവർ മികച്ച രൂപത്തിൽ കളിക്കുന്നവരാണ്. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ട്. PSG-യിൽ നമ്മൾ ഒരു പ്ലെയറെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല. PSG-ക്ക് എല്ലായ്പ്പോഴും വേൾഡ് ക്ലാസ് പ്ലെയേഴ്സ് ഉണ്ട്. സോ നമ്മൾ നമ്മുടെ ക്വാളിറ്റീസ് പുറത്തെടുക്കേണ്ടതുണ്ട്. നമുക്ക് നല്ല ഗ്രേറ്റ് ക്വാളിറ്റി ഉണ്ട്. ഇതൊരു എക്സൈറ്റിംഗ് ഗെയിമായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളിപ്പോൾ PSG-യുടെ മത്സരത്തിൻ്റെ റിസൾട്ടുകൾ മാത്രം എടുത്തു നോക്കിയാൽ ലീഗിൽ സ്ട്രഗിൾ ചെയ്യുന്നൊരു ടീമായിട്ട് തോന്നും. പക്ഷേ അവർ മത്സരങ്ങളിൽ നല്ല രൂപത്തിൽ ഡൊമിനേറ്റ് ചെയ്ത് തന്നെയാണ് കളിച്ചിട്ടുള്ളത്. സോ ഒരു എക്സ്ട്രാ ലെവൽ ഓഫ് ഡിഫിക്കൽറ്റി ഈ ഒരു മത്സരത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് നമുക്ക് എവേ മത്സരമാണെന്ന കാര്യം കൂടി ഓർക്കുക. ഏതായാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ അവസരങ്ങളുണ്ടാവും, അത് മുതലെടുക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു എന്നാണിപ്പോൾ വിൻസെൻ്റ് കോമ്പനി പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ട് ടീമുകളുടെയും ഫോം ഗൈഡ് നോക്കിയാൽ ശരിയാണ്, ബയൺ കുതിച്ചു പായുകയാണ് ഈ സീസണിൽ. അവസാനത്തെ 5 കളികളെടുത്ത് 5ഉം ജയിച്ചു എന്ന് മാത്രമല്ല 15 കളി തുടർച്ചയായി വിജയിച്ചു വരികയാണ്. പാരീസ് സെൻ ജെർമൻ ആണെങ്കിൽ അവസാനത്തെ 5 കളികളിൽ 3 ജയിച്ചുള്ളൂ, 2 സമനിലയായിട്ട് നിൽപ്പാണ്. അതാ പറഞ്ഞ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത്.
ഹെഡ് ടു ഹെഡ് നോക്കിയാലും ബയേണിനാണ് ആധിപത്യം. 8 കളികൾ അവർ ജയിച്ചപ്പോൾ പാരീസ് സെൻ ജെർമൻ ജയിച്ചത് 6 കളികളാണ്. 15 ഗോളുകൾ പാരീസ് അടിച്ചപ്പോൾ 19 ഗോളുകൾ ബയേൺ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആധിപത്യമൊക്കെ ബയേണിനാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു മികവ് നമുക്കറിയാമല്ലോ. നിലവിലെ ചാമ്പ്യന്മാരാണ് PSG. മാത്രമല്ല അവരുടെ സ്വന്തം മൈതാനത്താണ് കളി. എന്ത് സംഭവിക്കും കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.